ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ ദിവസം നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ സൈക്കോളജി ഡിസ്കസ് ചെയ്ത് ഹിന്ദിയാണ്, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സഹി പ്രയോഗ് കോൺസാ ഹെ? ചോട്ട നൗഗാമേം, ചോട്ടി നൗഗാമേം, ചോട്ടി നൗഗേമേം, ചോട്ടെ നൗഗോമേം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, ചോട്ടെ നൗഗോമേം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തുളസീദാസ് की രചന इनमें कौन सी है? ഭക്തമാല, സാഹിത്യ ലഹരി, കൃഷ്ണ ഗീതാവലി, രാംചന്ദ്രിക. ഓക്കെ, ഇതിൽ തുളസീദാസ് എഴുതിയിട്ടുള്ളത് കൃഷ്ണ ഗീതാവലിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാക്സിനേഷൻ के लिए प्रयुक्त हिंदी शब्द कौन सा है? उपचार, दवा लेना, दवाखाना, टीकाकरण. വാക്സിനേഷൻ എന്ന് പറയുന്ന ടീക്കാകരണമാണ്. അപ്പോൾ 73 ഡി ആണ്. നെക്സ്റ്റ് ആണ്, സാർവനാമിക് വിശേഷൺ का प्रयोग किस वाक्य में है? सार्वनामिक विशेषण का प्रयोग किस वाक्य में है? उधर कौन खड़ा है? उसने गीत गाया. उस संदूक में क्या है? वो क्या करता है. ഇതാണ് ഒരു സർവനാം വിശേഷണമായിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, वो क्या करता है. नेक्स्ट क्वेश्चन 75, इनमें कौन सी रचना मैथिली शरण गुप्त की नहीं है? ഇതിൽ ഏതാണ് മൈഥിലി ശരൺ ഗുപ്തിൻ്റെ രചന അല്ലാത്തത്? ഓക്കെ, ഭാരത് ഭാരതി, യുഗവാണി, ജയദ്രഥ് വധ്, വിഷ്ണു പ്രിയ. ഓക്കെ, അപ്പോൾ 75ൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ യുഗവാണിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. पूतगाली क्रिया का सही प्रयोग किस वाक्य में है? पूतगाली क्रिया का सही प्रयोग किस वाक्य में है? उसने 10 मोतियाँ खरीदे. उसने 10 मोतियाँ खरीदी. वो 10 मोती खरीदा. वो 10 मोतियाँ खरीदा. ഓക്കെ, സോ 76 എന്ന് പറയുന്നത് ബി ലോക്ക് ചെയ്യാം. ഉസ്നെ 10 മോത്തിയാ ഖരീദി. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഫൈനൽ ആൻസർ കീ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താർ സപ്തക് നാമ കാവ്യ സംഗ്രഹ का संबंध इनमें किससे है? प्रगतिवाद से, छायावाद से, प्रयोगवाद से और हालावाद से. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന 77 സി ആണ്, പ്രയോഗവാദ് से. ഓക്കെ, നെക്സ്റ്റ് ആണ്, फूल बहुत सुंदर है. इस वाक्य में क्रिया सूचक शब्द कौन सा है? सुंदर, बहुत है, इनमें से कोई नहीं. 78 ए ആണ് റൈറ്റ് ആൻസർ, സുന്ദർ. നെക്സ്റ്റ് ആണ്, गर्मी में आराम से सोया नहीं जाता. वाक्य की दृष्टि से ये वाक्य किस कोटि में है? भाववाच्य, कर्तृवाच्य, कर्मवाच्य, इनमें से कोई नहीं. ഓക്കെ, നമുക്കപ്പോൾ 79 എ ലോക്ക് ചെയ്യാം, ഭാവവാച്യം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 80ാമത്താണ്, नागार्जुन का काव्य संग्रह इनमें कौन सा है? आरती और अंगारे, युगधारा, युगवाणी, രസവന്തി. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, യുഗധാരയാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോസിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി എക്സാം എഴുതുന്നവരടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അത് തീർച്ചയായിട്ടും പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും വരാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നോക്കിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. ഓക്കെ, പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഉണ്ട്, നോക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.